ഒരു ചെറുപുഷ്പത്തിൽ നിന്ന് പോലും വലിയ അത്ഭുതങ്ങൾ കണ്ടെത്താനായാൽ ഒരുവന്റെ ജീവിതം പോലും മാറ്റിമറിക്കാൻ അതിന് കഴിഞ്ഞേക്കും. വിഷമങ്ങൾ നേരിടുമ്പോൾ ക്ഷമയാണ് ധീരത. നിരാശയുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ ജയിക്കുക. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാൾക്ക് നൽകാനുള്ള ഏറ്റവും നല്ല വാഗ്ദാനം നിങ്ങളുടെ സാന്നിധ്യമാണ്. വാക്കുകൾ നുണയായിരിക്കാം, പക്ഷേ പ്രവൃത്തികൾ സത്യം വിളിച്ചു പറയുക തന്നെ ചെയ്യും. സന്തോഷം നിങ്ങൾ എന്തു ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. എന്താണ് ജീവിതം, എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാവുന്നത് ഒരു കഷ്ടപ്പാടും അറിയിക്കാതെ വളർത്തുന്നവരുടെ അടുത്തുനിന്ന് മാറുമ്പോഴാണ്. വാക്കുകൾ കൊണ്ട് എല്ലാവർക്കും കൊട്ടാരം പണിയാൻ എളുപ്പമാണ്, അത് പ്രവർത്തിക്കാനാണ് പ്രയാസം. ഓരോ സാഹചര്യവും മാറുമ്പോൾ മനുഷ്യൻ്റെ മനസ്സും മാറും. മനസ്സ് മാറുമ്പോൾ പറഞ്ഞ വാക്കും മാറും. നമ്മുടെ അടുത്ത ചിലർ വാക്കുകളാൽ പറഞ്ഞില്ലെങ്കിലും അവരുടെ പ്രവൃത്തികൾ നമ്മോട് പറയും നമ്മൾക്ക് അവർ നൽകിയ വില എന്താണെന്നുള്ളത്, എത്രത്തോളമാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളായിട്ടിരിക്കുക, നമ്മുടെ കാര്യത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നതാണ്. നമുക്ക് നേരിടാൻ ആവില്ലെന്ന് കരുതിയതിനെ നേരിടാൻ പഠിപ്പിച്ചതും, അതുപോലെ തന്നെ നമ്മൾ മറക്കില്ല എന്ന് കരുതിയതിനെ നമ്മളെ മറക്കാൻ പഠിപ്പിച്ചതിനും ഒറ്റപ്പേരേയുള്ളൂ: സാഹചര്യം. സാഹചര്യം നമ്മളെ എന്തും പഠിപ്പിക്കും. നമ്മളെ മുന്നോട്ട് എങ്ങനെയും നീങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് സാഹചര്യം. തനിച്ചാവും എന്ന ഭയത്താൽ സ്നേഹം ഒരിക്കലും നിങ്ങൾ യാചിച്ചു വാങ്ങാതിരിക്കുക. യാചിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല. അതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ യാചിച്ചു വാങ്ങുന്നത് നിർത്തുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോന്നൊരു കൂട്ട് അസാധ്യമാണ്. നിനക്കായി ദൈവം ഒരു സമയം കരുതിയിട്ടുണ്ട് എന്ന് നിന്റെ ഹൃദയം സന്തോഷത്താൽ നിറയും. നീ ആഗ്രഹിക്കുന്നതിലും അപ്പുറം ദൈവം നിനക്കായി തരും. അതുകൊണ്ട് തന്നെ നീ കാത്തിരിക്കുക, നിന്റെ സമയങ്ങൾ വരുന്നതാണ്. എവിടെയൊക്കെയോ നീ തോറ്റു എന്നു കരുതി നീ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം എന്തെന്നാൽ കറുത്ത കൽക്കരിക്ക് പോലും വെട്ടിത്തിളങ്ങുന്ന ഒരു സമയമുണ്ടെന്ന് നീ മനസ്സിലാക്കുക. രണ്ടു തരത്തിലുള്ള പാപങ്ങളും ചെയ്യാതിരിക്കുക. നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുക. സ്വന്തം മനസ്സിനെ നിർമ്മലമാക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം വിജയത്തിൻ്റെ കൊടി ഉയർത്താനാകും, വിജയത്തിലേക്ക് നീങ്ങാനാകും. അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക. ആവശ്യങ്ങൾക്ക് വേണ്ടി അടുക്കുന്നവരാണ് അധികവും. ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കില്ല. നഷ്ടപ്പെടുത്തി കളഞ്ഞത് നിനക്ക് എന്നെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ അത് തിരിച്ചു കിട്ടാൻ നിനക്ക് പ്രയാസമാണ്. കാരണം ഈ ലോകത്ത് മനുഷ്യനേക്കാൾ വാശി വേറെ ഒന്നിനും ഇല്ല. അവഗണിക്കാനും ഒഴിവാക്കാനും എല്ലാം വളരെ എളുപ്പമാണ്. പക്ഷേ പ്രയാസമുള്ള കാര്യം എന്തെന്നാൽ അടുത്തിരിക്കാനും ഉള്ളറിയാനും ആണ്. അതാണ് കൂടുതൽ പ്രയാസം. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കുകയും ഉള്ളറിയുകയും ചെയ്യുക. മൂഢന്മാർ പാതി നിറഞ്ഞ പാത്രം പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അറിവുള്ളവർ നിറഞ്ഞ തടാകം പോലെ നിശബ്ദനായിരിക്കും. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെ ഉണ്ടാവും, മനസ്സിലാക്കിയവരാണെങ്കിൽ അപൂർവവും. അസൂയാലുക്കളായ ആളുകളെ വെറുക്കരുത്. അവർ അസൂയപ്പെടുന്നതിൻ്റെ കാരണം നിങ്ങൾ അവരിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ടവരാണെന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഏതിനോടാണ് നിങ്ങൾ ഒട്ടിച്ചേരുന്നത് അതേ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുള്ളൂ എന്നോർക്കുക. എല്ലാത്തിൽ നിന്നും നിങ്ങളൊരൽപ്പം അകൽച്ച നല്ലതാണ്. അത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, നമ്മൾ സ്വയം വേദനിക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ്.
ചിലർക്ക് നമ്മളോടുള്ള അടുപ്പം കണ്ട് നമ്മൾ അവരിൽ നിന്നും ഒന്നും തന്നെ പ്രതീക്ഷിക്കരുത്. അവിടെ വിഡ്ഢിയായി മാറുന്നത് അവസാനം നമ്മൾ തന്നെയാണ്. നിങ്ങൾക്കിടയിൽ നീ സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം നോക്കി ജീവിക്കുമ്പോൾ കൂടെയുള്ള ആളുടെ ഇഷ്ടങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചില ആളുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതും ഒരു സുഖമാണ്. അവർ വരില്ലെന്ന് അറിഞ്ഞിട്ടും അവരുടെ ഓർമ്മകളിലൂടെ ഇങ്ങനെ മുന്നോട്ടു പോകുന്നത്. ജീവിതം ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. നമ്മൾ അധികം സ്നേഹിച്ചാൽ ഒരുപാട് വേദനിപ്പിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ആരെയും അധികം സ്നേഹിച്ച് വേദന കൈപ്പറ്റാതിരിക്കുക. അതാണ് നമുക്ക് നല്ലത്. ഒരാളുടെ മനസ്സ് അറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അവരുടെ ഹൃദയം അറിയണമെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കുണ്ടാകുന്ന തെറ്റുകൾ തിരുത്തുക. നിങ്ങളോട് ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകളെ തിരുത്തേണ്ട ആവശ്യമില്ല. അവരെ ഒഴിവാക്കുക. മുന്നോട്ടു പോവുക. ഒരില കൊഴിഞ്ഞെന്ന് കരുതി ഒരു മരവും വീണ ചരിത്രമില്ല. അറിവിന് ശേഷം അഹങ്കാരം ജനിച്ചാൽ ആ അറിവ് വിഷമാണ്. എന്നാൽ അറിവിന് ശേഷം വിനയമാണ് ജനിക്കുന്നുവെങ്കിൽ ആ അറിവ് അമൃതമാണ്. നമ്മെ രക്ഷിക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. 10 മാസം നൊന്തു പ്രസവിച്ച അമ്മയെക്കുറിച്ച് പറയാൻ എല്ലാവർക്കും ഉത്സാഹമാണ്. അത് നല്ലതു തന്നെ. പക്ഷേ നമുക്ക് വേണ്ടി നെഞ്ഞുരുകി കാത്തിരുന്ന അച്ഛനെക്കുറിച്ച് പറയാൻ ആർക്കും അങ്ങനെ കഥകളില്ല. ഇടയ്ക്കൊന്ന് പോയി അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിക്കുക. സ്നേഹം നമുക്ക് അച്ഛനിൽ നിന്നും പകർന്നു വരുന്നത് കാണാം. ജീവിതത്തിൽ തൻ്റേതായ ഒരുപാട് കാര്യങ്ങൾ കൈവിട്ടു പോയ ഒരാൾക്ക് ഇതും കൈവിട്ടു പോവുകയാണെങ്കിൽ പോട്ടെ എന്ന ചിന്ത സ്വയം തോന്നുന്നത് അവൻ്റെ ഗതികേട് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. നമ്മളില്ലെങ്കിലും ഈ ലോകം ഇങ്ങനെ തന്നെ നിലനിൽക്കും. മുന്നോട്ട് പോവുകയും ചെയ്യും. അതിന് ഒരു തടസ്സവും ഉണ്ടാവില്ല. നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ മാത്രം തന്നെ ആവശ്യമാണ്. മറ്റാരുടെയും ആവശ്യമല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ഓരോ സ്ത്രീകൾക്കും 2 പുരുഷന്മാരെ വേണം. ഒരാളെ വിവാഹം കഴിക്കാനും മറ്റൊരാളെ താരതമ്യം ചെയ്യാനും. പറയാനാവാത്ത പ്രണയമായിരിക്കും ഈ ലോകത്ത് അധികവും ഉണ്ടാവുക. അവസാനം അയാളുടെ കാതുകളിൽ എത്താതെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് മനസ്സിൽ മെല്ലെ തട്ടി സ്വയം മറന്നു തുടങ്ങുന്ന പ്രണയം. കിട്ടാത്ത സ്നേഹത്തിനേക്കാൾ എത്രയോ വേദനയാണ് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം കുറഞ്ഞു തുടങ്ങിയെന്ന് തിരിച്ചറിയുമ്പോൾ. നമ്മൾ സ്വയം വില കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കുറച്ച് വേദനിച്ചാലും മിണ്ടാതെ ഇരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷിക്കാൻ എപ്പോഴും ഒരു കാരണം വേണം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എവിടുന്ന് എന്ന് പോലും അറിയില്ല. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ വേണ്ട. അതുകൊണ്ട് തന്നെ എല്ലാം നേരിട്ട് മുന്നോട്ട് പോവുക. ഒരാൾ പറഞ്ഞതായാലും മറ്റൊരാൾ പറഞ്ഞതായാലും ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞതായാലും നിങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതൊന്നും സ്വീകരിക്കാതിരിക്കുക. നല്ലൊരു വ്യക്തിയാവുക. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി സമയം കളയേണ്ട ആവശ്യമില്ല. അതിരുകളില്ലാത്ത ശക്തമായ സ്നേഹത്തിൻ്റെ സ്വരം എപ്പോഴും ദേഷ്യമായിരിക്കും. അതിനെ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് ബന്ധങ്ങൾ അത്രമേൽ മനോഹരമാകുന്നത്. മറ്റുള്ളവരെ സഹായിക്കുക. അതിന് കഴിയുന്നില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാതിരിക്കുക. പല മുഖങ്ങളുള്ള ഒരാളെ കാണുമ്പോൾ മുഖം കറുപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.